Watch full episodes on Jio Hotstar. ഇല്ല ആരും ഇവിടുന്ന് ചിപ്പ് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ എല്ലാവരും ഈ കുഴിയിലേക്ക് കയറിയിരുന്നു. നിങ്ങളെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അല്ല നിങ്ങൾ ഇത് എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ CID ആണെന്നല്ലേ പറഞ്ഞത്? CID? ഞാനൊരു CID ഒന്നും അല്ല. ഞാൻ ക്രോധിജ്വാലയുടെ ആളാണ്. ഇയാള് നമ്മളുടെ ശത്രുവാണല്ലോ. എനിക്ക് ആദ്യമേ തന്നെ നിങ്ങൾ രണ്ടുപേരിലും സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും നിരീക്ഷിക്കുന്നതിനായി മൻമാനിയുടെ കൂടെ തന്നെ ഇരിക്കാൻ എന്നെ ഏൽപ്പിച്ചത്. ഇൻസ്പെക്ടർ മൻമാനിക്കും എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. പറ്റിച്ചെന്നോ? എന്നെ പറ്റിച്ചെന്നോ? ഈ മന്മാനെ പറ്റിച്ചോ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആണെങ്കി പോവരുത്. ലൂസ് ഇൻസ്പെക്ടർ, ശരീരം വലുതും ബുദ്ധി ചെറുതും. നിങ്ങൾ ആരും തന്നെ ഒന്നിനും കൊള്ളാത്തവരാണ്. വായ അടച്ചു പിടിച്ച് എന്നെ പിന്തുടർന്നോളൂ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ വെടിയുണ്ട ഉതിർക്കും ഞാൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ തണുതണുത്ത വെള്ളത്തിൽ ജലസമാധിയാകാൻ പോവുകയാ. ബട്ടുടെ ലൈഫ് ലോങ് ടിങ് ടോങ്, ഇന്ന് നീ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നീ എങ്ങനെ അകത്തേക്ക് വന്നു? എന്റെ സബ്ജി, എനിക്ക് യാതൊരു പിടിയില്ല. ഞാൻ എപ്പോഴകത്തേക്ക് പോയെന്ന്. എന്തായാലും നന്നായി അങ്ങനെ സംഭവിച്ചത്. നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് കാരണമാണ് ഇന്ന് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നേ. കം ഓൺ ഗൈസ്, നമുക്കും കൂടി നോക്കാം സാറേ. ഇപ്പൊ നമ്മുടെ ഡെസ്റ്റിനി ഈ മിസ്റ്റീരിയസ് മൗണ്ടൻ. ഈ മാപ്പിൽ കാണുന്നത് പോലെ നോക്കുകയാണെങ്കിൽ ആ മൗണ്ടൻ ഇത് അവിടെ ആയിരിക്കണം. അവിടെ വേഗം പോകാം. സാറേ, ഞാനും വരുന്നു സാറേ. കുറച്ചു ദൂരം കൂടി ഉള്ളൂ. നമ്മൾ എങ്ങനെ എത്തിപ്പെട്ട സാറേ? മലക്ക് കളഞ്ഞു എന്റെ സാറേ. വാവ്, എന്ത് രസമാണ് ഇവിടുന്ന് കാണാൻ. അൺബിലീവബിൾ. പക്ഷെ ക്രോധിജ്വാല ഇവിടെ എവിടെ കാണുന്നേ? ഗട്ടു, ബട്ടുടെ ഈ ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു ഈ മിസ്റ്റീരിയസ് മൗണ്ടനിലാണ് നമ്മുടെ കേസിന്റെ മിസ്റ്ററി സോൾവ് ആകാൻ പോകുന്നത്. ഈ ക്രോധി അവൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം, ഇവിടെ തന്നെ. പക്ഷെ ഒരേ ഒരു പ്രാവശ്യം ബട്ടൂന് ക്ലൗഡിന്റെ അകത്ത് എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും. പക്ഷെ ബട്ടൂന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓ ബട്ടു, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, നമ്മുടെ പ്രൊഫസറിന്റെ ഇൻവെൻഷൻ നീ മറന്നു പോയോ അളിയാ? പുള്ളിക്കാരൻ നമുക്ക് തന്ന ആ സ്പെഷ്യൽ സംഭവം ഇല്ലേ, അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ദാ കണ്ടില്ലേ, ഇത് പിടിക്ക്, ഇതങ്ങ് ധരിച്ചു നോക്ക്. യെസ്, ഇപ്പൊ സെറ്റ് ആയെന്നേ. മൻമാനി സാർ, ടിങ് ടോങ്, ചമത് സിംഗ്, നിങ്ങൾ 3 പേര് ഇവിടെ തന്നെ നിൽക്കണം. കാരണം ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഈ ഗാഡ്ജറ്റ് ഉള്ളൂ. ഞങ്ങൾ താഴെ പോവാം, നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ഓക്കെ അല്ലേ? മനസ്സിലായോ? 100% സമ്മതം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. അത് വിലക്കി. ഓക്കെ, എന്തൊരു ഭംഗിയല്ലേ? ശരി, റെഡി ആയില്ലേ ബട്ടു? യെസ്.
റെഡി ആണല്ലോ ബട്ടു? ആ റെഡി. Yes. എത്തിപ്പോയി. ഇനി നമുക്ക് അകത്ത് പോയി നോക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന്. സാരമില്ല ബട്ടു, ഞാൻ നോക്കിക്കോളാം. എഴുന്നേക്ക് ബട്ടു. Follow me, Batu. ബട്ടു, അവിടെ ഒരാളെ കണ്ടില്ലേ? ഗട്ടു ബട്ടു, ഓ താങ്ക് യു ഫോർ കമ്മിങ്. ഐ എം പ്രൗഡ് ഓഫ് യു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് എത്തിപ്പെട്ടല്ലോ. സാറേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അത് ചോദിക്കരുത് ഗട്ടുപട്ടു. ഇവന്മാരെന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ചിപ്പിന്റെ പ്രോഗ്രാം അവർ എന്നോട് തന്നെ ചെയ്യാൻ പറയാണ്. നന്നായി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ഓക്കെ സാർ. സാർ ഇതുവഴി പോയാൽ മതി. അങ്ങോട്ട് പോയാൽ മെയിൻ ഗേറ്റ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ചിപ്പ് എടുത്തോണ്ട് അങ്ങോട്ട് വരാം. ഓക്കെ ഗട്ടുപട്ടു. ഗട്ടു, ഇവിടെ കള്ളന്മാരുടെ ഫുള്ള് ഗ്യാങ് തന്നെ ഉണ്ടല്ലോടാ. എന്ന് വെച്ചാൽ ഹിതേനും ഷേർ സിംഗും രണ്ടുപേരും ക്രോധി ജ്വാലയുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചിപ്പ് എടുത്തോണ്ട് പോകുന്ന പോലെ ഡ്രാമ കളിച്ചതാണ്. വരൂ വരൂ ഗട്ടുപട്ടു, സ്വാഗതം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. അപ്പോ ആദ്യത്തെ പേര് എന്താ ബോസ്? ഗട്ടു ബട്ടു, നിങ്ങൾ രണ്ടുപേരും ഇന്റലിജന്റ് മാത്രമല്ല, വളരെ അഹംഭാവികളുമാ. എടോ ക്രോധി ജ്വാലേ, ആ ചിപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പൊക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ചിപ്പിനെ കുറ്റി മറക്കുന്നതാ നല്ലത്. അത് എനിക്ക് മാത്രം സ്വന്തമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മാത്രം സ്വന്തം, എനിക്ക് മാത്രം, എനിക്ക് മാത്രം. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ചോദിക്കാം. അതിനുശേഷം അത് വാങ്ങിയിട്ട് മിണ്ടാതെ വയ്ക്കോണം. സെക്കൻഡ് ഓപ്ഷൻ, ഞങ്ങളുടെ കൂടെ ചേരാം. ഓക്കെ ആണോ? ഈ പണത്തെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നുകൊള്ളൂ. ക്രോധി ജ്വാല, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ ഒരിക്കലും കൂടാറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലായിട്ടും നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ? നാലുപാടും എന്റെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനാവില്ല. മനസ്സിലായോ? ഗട്ടു, ഒരു മിനിറ്റ്. നീ എന്തോണാ കാണുന്നത്? അത് സത്യമല്ല. നീ കാണുന്നതെല്ലാം സത്യമേ അല്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായോ നിനക്ക്? നീ എന്താണ് പറഞ്ഞു വരുന്നത് ബട്ടു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്. ക്രോധി ജ്വാല സാർ, സാറിന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഒന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇതാണ് നിങ്ങളുടെ അവസാന ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ. മുകളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുവാ? ക്രോധി സാറേ, ചിപ്പ് മോഷണം പോലെ തൊട്ട് ബട്ടുയുടെ ടീഷർട്ടിലെ ബട്ടണിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ വരൂ, ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾ എന്തായി പറയുന്നത്? മനസ്സിലായോ? അദ്ദേഹം എന്റെ പാർട്ണർ ഹിത്തൻ റാവലാണ്. അദ്ദേഹമാണ് ഡയമണ്ട്സ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? അദ്ദേഹമാണ് പ്രോജക്റ്റിന് വേണ്ടി ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് മോഷ്ടിക്കാൻ പാടില്ല. ഹിതേൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മനസ്സിലായോ? നമ്മൾ ആ ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർമിക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? പ്ലീസ് ഹിതൻ, അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. യു ആർ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ നശിപ്പിക്കരുത്. ഈ ചിപ്പ് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ലോകം തന്നെ നശിപ്പിക്കും. മനസ്സിലായല്ലോ? ബട്ടു, നീ ഒരിക്കലും അവനെ വിടരുത്. ഇന്നത്തോടെ അവന്റെ കഥ തീർക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് ആ ചിപ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് കൊണ്ടുവന്ന് തരണം പ്ലീസ്. കണ്ടില്ലേ, ഇപ്പൊ രണ്ടാമത്തെ സീൻ കാണുന്നോ? രണ്ടാമത്തെ സീൻ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ചിപ്പിനെ കുറ്റി മറക്കുന്നതാ നല്ലത്. അതെനിക്ക് മാത്രം സ്വന്തമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്ക് മാത്രം സ്വന്തം, എനിക്ക് മാത്രം. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ചോദിക്കാം. അതിനുശേഷം അത് വാങ്ങിയിട്ട് മിണ്ടാതെ വയ്ക്കണം. സെക്കൻഡ് ഓപ്ഷൻ ഞങ്ങളുടെ കൂടെ ചേരാം. ഓക്കെ ആണോ? ഈ പണത്തെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്നുകൊള്ളൂ. ക്രോധി ജ്വാല, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലായിട്ടും നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ? നാലുപാടും എന്റെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനാവില്ല. മനസ്സിലായോ? ഗട്ടു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഇല്ല ബട്ടു, എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന്. നോക്ക് ഗട്ടു, ഈ രണ്ടുപേരുണ്ടല്ലോ, കെയ്ൻ സിംഗും ക്രോധി ജ്വാലയും, അവര് രണ്ടുപേരും സംസാരിച്ചു കഴിയുമ്പോ ഒരേപോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് കെയ്ൻ സിംഗും പറയാറ്. ക്രോധി ജ്വാലയ്ക്ക് പോലും ഇതേ സെയിം ഹാബിറ്റ് ഉണ്ട്. അതായത് സെയിം ടു സെയിം എക്സാക്ട് ആയിട്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് നീ പറഞ്ഞു വരുന്നത്? ഇവർ രണ്ടുപേരും ഒരേ ആളാണെന്നാണോ? യെസ് ഗട്ടു, കറക്റ്റ് ആണ്. എന്തൊരു സ്മാർട്ടാണ്. രണ്ടുപേരും ഒരേ ആള് തന്നെയാണ്. ബട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു, ഇവിടെ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു. അതായത് വലിയൊരു പ്രശ്നം. സ്മാർട്ട്, വെരി സ്മാർട്ട്. വെരി സ്മാർട്ട് ബട്ടു. നിങ്ങൾ നല്ല ഡിറ്റക്റ്റീവ് ആണ്. എക്സലന്റ് ഡിറ്റക്റ്റീവ്. പക്ഷെ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും എന്റെ പ്ലാൻ അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ എത്ര മനോഹരമായിട്ട് പ്ലാൻ ചെയ്തത്. ആദ്യം ഞാൻ ചിപ്പുണ്ടാക്കും, എന്നിട്ട് ഹിത്തിനെ വെച്ച് അത് മോഷ്ടിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ മീത് ആർക്കും സംശയം വരില്ല. എന്നിട്ട് ഞാൻ ക്രോധി സിംഗ് ആയി മാറി അതിനെ മോഷ്ടിക്കും. അങ്ങനെയാണ് ഹിത്തനും രക്ഷപ്പെടുക. എന്നിട്ട് ഞാൻ ക്രോധിയായി മാറി ലോകത്തിനെ തന്നെ കൊള്ളയടിക്കും. അപ്പൊ കെയ്ൻ സിംഗിന്റെ മീത് ആർക്കും സംശയം വരില്ല. പക്ഷെ നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ പ്ലാൻ മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്. ബട്ടു, വാവ്, കലക്കി കളഞ്ഞല്ലോ നീ. യു ആർ സോ ഗ്രേറ്റ്. നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഓ, സംഭവം തന്നെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാലും ഇരിക്കട്ടെ. താങ്ക് യു. കെയ്ൻ സിംഗ് സാറ്, ആ ചിപ്പ് എന്നാ തിരിച്ചു തന്നേക്കൂ. എന്നിട്ടേ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. ഇൻസ്പെക്ടർ മൻമാനി സാറോടെ മുകളിലും മലയുടെ മേലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയസ്ലി? നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്യാന്ന്? കൂട്ടുകാരെ, ഇവന്മാരെ കഥ തീർക്ക്. ബട്ടുയുടെ ഫ്രണ്ട്ഷിപ്പിന് മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. സൂപ്പർ ഗട്ടു. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ബോസ്? ബട്ടു സാറിന് ആരെങ്കിലും അടിച്ചാലേ നമ്മുടെ ഗട്ടു സാറിന്റെ ഫ്യൂസ് പോവും. അങ്ങനെയാണ് ബോസ്. എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ?
ടാങ്കോ സുലോ അറ്റാക്ക്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളത് ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികള്. നോക്ക്, അയാൾ അറ്റാക്ക് എന്ന് പറഞ്ഞോണ്ടേ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പുറപ്പെടുന്നു. എന്താണിത്? ഇതൊന്നും നല്ലതല്ല. നിങ്ങൾക്കായിട്ട് നല്ലൊരു ജീവിതം ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കാട്ടിലെ സ്വതന്ത്രരായി ജീവിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സർവണ്ടായിട്ടിരിക്കാനല്ല ജനിച്ചത്, കാട്ടിലെ സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടിയാണ് ജനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓപ്പൺ എയർ, മനോഹരമായ ലൊക്കേഷൻ, ടോട്ടലി ഓപ്പൺ സ്കൈ, പച്ച നിറഞ്ഞ സ്ഥലങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ? ആലോചിക്കുമ്പോ തന്നെ എത്ര നന്നായിട്ടുണ്ട്, എത്ര നന്നായിട്ടുണ്ട്. ഒന്ന് ചെയ്യൂ. ആ കാണുന്ന സ്റ്റെപ്പ് വഴി നിങ്ങൾക്ക് പുറത്തു പോകാം. ഞാനല്ലേ പറയുന്നത്, പോകൂ, പോയി ജീവിതം ജീവിക്കാൻ നോക്കൂ. ടാങ്കോ സോളോ അവിടെ നിൽക്ക്. സ്റ്റോപ്പ്, ഐ കമാൻഡ് യു. നിങ്ങളുടെ രണ്ടുപേരത്തെ എന്ത് മാജിക് ആണുള്ളത്? അനിമൽസിനെ പോലും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ. മിസ്റ്റർ KN സിംഗ്, ഇനിയെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്യുവോ അതോ ബാക്കിയുള്ളവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുവോ? വിശ്രാംപൂരിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ ഒത്തിരി തല്ലിയിട്ടുള്ളതല്ലേ. ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് തല്ല് വാങ്ങിക്കാനല്ല. എടാ പിള്ളേരെ, വേഗം രക്ഷപ്പെട്ടോടാ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ നമ്മുടെ തടി കേടാവും. വേഗം വാ. ബോസ് ബോസ്, പോകുമ്പോ ഈ ഡയലോഗ് തന്നെ പറഞ്ഞിട്ട് പോ. വില്ലത്തരത്തിന്റെ അടുത്ത പേര് ഷെയർ സിംഗ്. വായടക്കടാ, വായടക്കടാ. സിംഹ രക്ഷപ്പെടാൻ നോക്കുമ്പോ എലികൾ അതിന് അടി വാങ്ങിച്ചു തരാൻ നോക്കാണോ? നിന്റെ പ്ലാൻ നടക്കില്ലടാ. രക്ഷപ്പെട്ടോ? ഞാൻ ഇത്രയും കാലം ബുദ്ധിമുട്ടിയതൊക്കെ വെറുതെ പോയി. നിങ്ങൾ രണ്ടാളും എന്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞല്ലോ. എടോ KN സിംഗ്, കരഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. ജയിലിൽ പോകാനുള്ള സമയമായി. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഇവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. പിന്നെ CID ഖന്ന, നിന്നെ ഞാൻ സ്പെഷ്യൽ ജയിലിൽ ഇടുന്നുണ്ട്. കാരണം നിങ്ങൾ പറ്റിച്ചത് മൻമാണിയെയാണ്. മനസ്സിലായോ? അനങ്ങിപ്പോവരുത്. Watch India's largest kids library only on Jio Hotstar. Download the app now.